യേശു കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുമായിരുന്നു? രണ്ടാമത്തെ ചോദ്യം, യേശു കേരളത്തിലെ ഏത് ക്രിസ്തീയ സഭയോട് പറ്റി നിൽക്കുമായിരുന്നു? ഏവർക്കും സ്വാഗതം. തീർച്ചയായും നിങ്ങൾക്ക് ഈ രണ്ട് ചോദ്യങ്ങളിൽ താല്പര്യമുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറഞ്ഞപക്ഷം ഈ അടുത്ത കാലങ്ങളിൽ കേരളത്തിലെ മെത്രാന്മാർ അവരുടെ മുൻപിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അവരും അവരെ അനുഗമിക്കുന്ന കുഞ്ഞാടുകളും ഏത് പാർട്ടിയോട് ചേർന്ന് നിൽക്കണം? റബ്ബറിൻ്റെ വില താങ്ങുവില കിലോയ്ക്ക് 300 ആക്കിയാൽ ഞങ്ങൾ BJPയുടെ കൂടെ നിൽക്കാം എന്ന് പറയുന്ന ഒരു മെത്രാനെ നിങ്ങൾക്കറിയാം. ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങൾ അങ്ങോട്ടും സഹായിക്കും എന്ന് പറയുന്ന ഒരു മെത്രാനെ നിങ്ങൾക്കറിയാം. പബ്ലിക്കായിട്ടൊന്നും പറയാതെ തിരശ്ശീലയ്ക്ക് പിറകിൽ എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരുടെ കാല് പിടിക്കാനായി തത്രപ്പെടുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മെത്രാന്മാരുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു തത്രപ്പാട്, നിലപാട്, അല്ലെങ്കിൽ താല്പര്യം, അല്ലെങ്കിൽ കാഴ്ചപ്പാട്, ഇതിനെപ്പറ്റി യേശുവിൻ്റെ നിലപാട് എന്തായിരിക്കും എന്ന് എന്നെപ്പോലെ നിങ്ങളും ചിന്തിച്ചു തുടങ്ങിക്കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാമെന്ന് അല്ലെങ്കിൽ ചെയ്യണമെന്ന് എനിക്ക് ഉള്ളിൽ ഒരു പ്രേരണ ഉണ്ടാകുവാൻ കാര്യം. അതുപോലെ തന്നെ നൂറ്റാണ്ടുകളായി, കുറഞ്ഞപക്ഷം ഒരു 1000-ൽ പരം 1500-ൽ പരം വർഷങ്ങളായി, ഏതാണ്ട് 1500 വർഷങ്ങളായി ഏത് സഭയോടായിരിക്കണം കർത്താവിന് കൂടുതൽ കടമ? അപ്പോൾ കത്തോലിക്കർക്ക് അത് വളരെ തിട്ടമാണ്. കാരണം പത്രോസിനോട് യേശു പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ പത്രോസാണ് കത്തോലിക്ക സഭയുടെ തലതൊട്ടപ്പൻ. കത്തോലിക്ക സഭയുടെ അടിത്തറ പത്രോസാണ്. അതുകൊണ്ട് ഈ അടിത്തറമേൽ പണിതത് മാത്രമേ കർത്താവ് അല്ലെങ്കിൽ കർത്താവിന് സ്വീകാര്യമായ സഭയാകത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് ആധികാരികമായ സഭ. ബാക്കിയുള്ളതെല്ലാം കള്ളക്കമട്ടങ്ങളാണ്, ഫേക്ക് നോട്ട്സ് ആൻഡ് കോയിൻസ് എന്നൊരു നിലപാട് മാത്രമേ അവർക്ക് എടുക്കാൻ സാധ്യമാകുള്ളൂ. അപ്പം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ബാക്കിയുള്ളവരെന്ത് ചെയ്യും? എല്ലാവരും യേശുവിനോടാണ് വിളിച്ചപേക്ഷിക്കുന്നത്. ചിലർ മാറത്തടിച്ച് വിലപിച്ച് കരയുന്നു, ചിലർ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, ചിലർ കാത്തിരിക്കുന്നു, ചിലർ ധ്യാനഗുരുക്കളെ അന്വേഷിച്ച് പോകുന്നു, ചിലർ പ്രവാചകന്മാരെയും അത്ഭുത രോഗശാന്തിക്കാരെയും അന്വേഷിച്ച് പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ യേശു എന്തു ചെയ്യും? പാവം യേശു അന്താളിച്ച് നിന്നു പോകുകയില്ലേ? ഈ ഒരു ചിന്തയാണ് നമ്മെ ഇപ്പോൾ വെല്ലുവിളിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം അതിനെ ആസ്പദമാക്കി മാത്രമേ എനിക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അതായത് 4 സുവിശേഷങ്ങൾ വായിച്ച് ധ്യാനിച്ച് അതിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ, യേശുവിനെ പറ്റിയുള്ള യേശുവിൻ്റെ നിലപാടുകൾ, യേശുവിൻ്റെ കാഴ്ചപ്പാട്, പ്രതികരണ രീതികൾ, ആകമാനമായ യേശുവിൻ്റെ ആത്മീയ ദർശനം, ഇവയൊക്കെ ഒരു നേരിയ തോതിൽ മനസ്സിലാക്കാൻ ശ്രമിച്ച വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇതിനെപ്പറ്റി 1-2 വളരെ ചില്ലറ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടാനുണ്ട്. വളരെ കൗതുകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, യേശു രാഷ്ട്രീയത്തെയും മതത്തെയും തുല്യ അവഗണനയോടുകൂടെയാണ് നോക്കിയിരുന്നത് എന്നത് തന്നെയാണ്. യേശുവിൻ്റെ കാലത്തും രാഷ്ട്രീയം തകൃതിയായി നടന്നുകൊണ്ടിരുന്നു, യാതൊരു സംശയവുമില്ല. യേശുവിൻ്റെ കാലത്തും മതം പന പോലെ തഴച്ച് വളർന്നു മുറ്റി നിന്നിരുന്നു. രണ്ടും ഒരുപോലെ
മനുഷ്യരുടെ ജീവിതത്തെ ബാധിച്ചിരുന്നു, അവരുടെ ജീവിത ഭാരം വർദ്ധിപ്പിച്ചിരുന്നു, അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയിരുന്നു എന്നത് സുവിശേഷങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പരാമർശങ്ങൾ എല്ലാം ഒന്ന് കൂട്ടി വായിച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. അപ്പോൾ യേശു മെത്രാന്മാരോട് പറയും, ഈ നിങ്ങൾ കാണിക്കുന്നത് മണ്ടത്തരമല്ലേ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങളുടെ അവസ്ഥയോടോ നിങ്ങളുടെ അജണ്ടകളോടോ താല്പര്യങ്ങളോടോ സ്ഥായിയായ കൂറ് പാലിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതാണോ അവരുടെ ലക്ഷ്യം? അങ്ങനെ പ്രാപിക്കാമെന്ന് വിശ്വസിക്കുന്ന നിങ്ങളെക്കാൾ മണ്ടന്മാർ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ? രാഷ്ട്രീയക്കാർ അവരുടെ കാര്യം കാണും, അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. കാര്യം കാണാൻ കഴുതയുടെ കാലും പിടിക്കണം എന്നത് അവർക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ കാലിൻ്റെ ആകൃതി കഴുതയുടേതാണോ അല്ലയോ എന്നുപോലും നോക്കാതെയാണ് അവർ ഇലക്ഷൻ കാലത്ത് നിങ്ങളുടെ അരമനകൾ കയറി നിരങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അറിയാൻ കഴിഞ്ഞിട്ടാണോ ഈ പൊട്ടത്തരം നിങ്ങൾ കാണിക്കുന്നത് എന്ന് യേശു ചോദിക്കുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ മതസംബന്ധമായ യേശു പറയും, നിങ്ങൾ എത്രയോ സഭകളുണ്ടാക്കി, എനിക്ക് നൽകപ്പെട്ട ജനം ഒന്നായി തീരണമെന്ന് ഞാൻ മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ച കാര്യം യോഹന്നാൻ ഏതാണ്ട് കൃത്യമായിട്ട് 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് വായിക്കാൻ പോലും കൂട്ടാക്കാതെ രാഷ്ട്രീയക്കാരെങ്ങനെയാണ് അവരുടെ നാളത്തെ കഞ്ഞിക്കുള്ള പണി ഒപ്പിക്കുന്നത്, അതുപോലെ തന്നെയാണ് നിങ്ങൾ ദൈവരാജ്യമൊക്കെ പ്രസംഗിച്ച് നടക്കുന്നു എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വയറ് നിറയ്ക്കണമെന്നും സുഖമായി ജീവിക്കണമെന്നും നിങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ അധികാരം എല്ലാവരും മാനിക്കണമെന്നും നിങ്ങളുടെ തലയെടുപ്പ് എല്ലാവരും ശ്രദ്ധിക്കണമെന്നും അല്ലാതെ നിങ്ങൾക്ക് വേറെ വല്ല താല്പര്യവുമുണ്ടോ എന്ന് മാത്രമേ യേശു ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണിത് പറയുന്നത്? അതിൻ്റെ യുക്തി നിങ്ങളെ അറിയിക്കുവാൻ എനിക്ക് കടമയുണ്ട്. ഞാൻ ഒരു കാര്യവും എൻ്റെ മനസ്സിൽ തോന്നിയത് അതുപോലെ പറയുകയില്ല. ഞാൻ അതിൻ്റെ യുക്തി മാത്രം ആശ്രയിച്ച് നിലപാടുകൾ എടുക്കുന്ന ആളാണ്. യുക്തി എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള യുക്തികളുണ്ട്. ലൗകികമായ യുക്തിയുണ്ട്, സെക്യുലർ റീസൺ എന്ന് പറയും. അതുപോലെ തന്നെ അതിനേക്കാൾ എനിക്ക് ബഹുമാനമുള്ളത് സ്പിരിച്വൽ റീസൺ, ആത്മീയമായ ഒരു യുക്തിയുണ്ട്. യുക്തിയില്ലാത്തതൊന്നും ആത്മീയതയാകാൻ സാധ്യമല്ല. അപ്പോൾ അത് എന്താണ് എന്ന്, ആത്മീയമായ യുക്തി എന്താണ് ഒന്ന് വെളിപ്പെടുത്താൻ എനിക്ക് കടമയുണ്ട്. ഇത് മനസ്സിലാകണമെങ്കിൽ മനുഷ്യ അവസ്ഥയെ പറ്റിയുള്ള യേശുവിൻ്റെ പൊതുവായ ദർശനത്തെ നമുക്ക് അല്പം പരിഗണിക്കുകയും അതിനെപ്പറ്റി സ്പഷ്ടത പ്രാപിക്കുകയും ചെയ്യുവാൻ ആവശ്യമുണ്ട്. മനുഷ്യാവസ്ഥയെപ്പറ്റി യേശു എന്താണ് മനസ്സിലാക്കിയിരുന്നത്, അത് സംബന്ധമായി യേശുവിൻ്റെ നിലപാട് എന്തായിരുന്നു? യേശുവിനൊരു കാര്യം വ്യക്തമായി, വളരെ ശക്തമായി, കൃത്യമായി അറിയാമായിരുന്നു. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ലോകത്തിൽ ആശ്വാസവും നീതിയും ന്യായവും ലഭിക്കണമെങ്കിൽ മനുഷ്യനിർമ്മിതമായ ഒരു സംവിധാനത്തിൽ നിന്നും, ഒരു സ്ഥാപനത്തിൽ നിന്നും, ഒരു പ്രസ്ഥാനത്തിൽ നിന്നും അത് സാധ്യമല്ല. മനുഷ്യ ചരിത്രത്തിൽ നാളിന്ന് വരെ മനുഷ്യനോട് നീതി പാലിക്കുന്നതിൽ വിജയിച്ചിട്ടില്ല. മനുഷ്യനോട് സത്യം പറയുന്നതിൽ വിജയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനെ കൂട്ടാക്കിയിട്ടില്ല. മനുഷ്യനോട് ആർദ്രകരുണ കാണിക്കുന്നതിൽ എപ്പോഴും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. മനുഷ്യൻ സമത്വമെന്ന് പറയുന്ന മൂല്യം ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും ശ്രേണീബദ്ധമായ ഒരു ഘടനയാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. അതിൻ്റെ ഇരകളായിരിക്കുന്ന ആളുകൾ പോലും അതില്ല എങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴും എന്ന് മാത്രം വിശ്വസിക്കുന്നവരാണ്. ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു വൈകല്യമാണ് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ആദർശവും
ഒരു ആനുകൂല്യവും ഒരു മെച്ചപ്പെട്ട അവസ്ഥയുടെ പിറവിയും ഈ ഭൂമിയുടെ പരപ്പിൽ ഉണ്ടാവില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചരിത്ര തെളിവ് പറഞ്ഞാൽ, നമുക്കറിയാം മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ അനേക വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിപ്ലവങ്ങളൊക്കെയും വളരെ വില കൊടുത്താണ് ആളുകൾ സംഘടിപ്പിച്ചതും അത് പൂർത്തിയാക്കാൻ ശ്രമിച്ചതും. എന്നാൽ ലോകത്തിലുണ്ട സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യർ ആരംഭിച്ച ഒരു വിപ്ലവവും അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല എന്ന് മാത്രമല്ല, അതിന് ഏത് ഉദ്ദേശത്തോടുകൂടെ വിപ്ലവങ്ങൾ വളരെ ആവേശഭരിതമായി മനുഷ്യർ ആരംഭിച്ചു, അതിന് ഘടകവിരുദ്ധമായിട്ടാണ് മനുഷ്യൻ്റെ അവസ്ഥ വീണ്ടും അധപ്പതിക്കുവാൻ അല്ലെങ്കിൽ ആയിത്തീരുവാൻ ഇടയായത്. നമുക്കറിയാം, ഫ്രഞ്ച് വിപ്ലവം വലിയ വലിയ ആദർശങ്ങൾ മുൻനിർത്തി നടത്തപ്പെട്ടൊരു വലിയ സാഹസികമായ ഇടപെടലായിരുന്നു. പക്ഷേ അത് അവസാനിപ്പിച്ചത് അതിനെത്തിയത് റെയിൻ ഓഫ് ടെറർ, അതായത് മനുഷ്യനെ വിഭാവന ചെയ്യാൻ വയ്യാത്ത ആ ഒരു ദുരവസ്ഥയിലാണ് വലിയ വലിയ പ്രതീക്ഷകൾ ഉണർത്തിയ ഫ്രഞ്ച് വിപ്ലവം ചെന്ന് അവസാനിച്ചത് എന്നത് നമുക്ക് ഏവർക്കും അറിയാം. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലായിടത്തും ഒരു കാലത്ത് ബ്രിട്ടീഷ് കോളനികളായിരുന്ന ജനതകൾ, രാജ്യങ്ങൾ, ഇപ്പോൾ ഭാരതം പോലെയുള്ള, അവ സ്വാതന്ത്ര്യം പ്രാപിപ്പാനായി വളരെ താല്പര്യത്തോടെ കാത്തിരുന്നു, വളരെ ത്യാഗപൂർണമായി ശ്രമിച്ചു. അതിൻ്റെ ഫലമായി എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ ഈ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതുപയോഗിച്ച് ഈ ഭൂമിയിൽ മനുഷ്യൻ സ്വർഗമുണ്ടാക്കുമെന്നൊക്കെ ആദ്യം വിചാരിച്ചു. നമുക്കറിയാം, നെഹ്റു പറഞ്ഞു, ഇനിയും ഭാരതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം നടക്കാൻ പോകുകയാണ്. എല്ലാ മനുഷ്യരുടെയും കണ്ണുനീർ ഞങ്ങൾ തുടച്ചു കളയും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്, അല്ലാതെ ചുമ്മാ പറഞ്ഞതൊന്നുമല്ല. പക്ഷേ എത്ര ആത്മാർത്ഥയോട് പറഞ്ഞാലും സ്വാതന്ത്ര്യം കൈകാര്യം ചെയ്യാൻ മനുഷ്യന് പക്വത ഒരിക്കലും ഉണ്ടാകുകയില്ല. സ്വാതന്ത്ര്യം കൈവരിക്കുന്ന മനുഷ്യൻ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശത്രുവായി തീരും എന്നത് ചരിത്രത്തിൻ്റെ സാക്ഷ്യമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരും പ്രവർത്തിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയത്തെ പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് വേദപുസ്തകപരമായ പരിജ്ഞാനമുണ്ടെങ്കിൽ, യേശുവിൻ്റെ ദർശനത്തെപ്പറ്റി വിദൂരമായ ബോധമുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, രാഷ്ട്രീയക്കാർ നടത്തുന്ന ഒരു പ്രഖ്യാപനവും അവർ നൽകുന്ന ഒരു പ്രോമിസും വാഗ്ദാനവും സാക്ഷാത്കരിക്കപ്പെടാനുള്ളതല്ല. അവയെ വിശ്വസിക്കുന്ന നിങ്ങൾ ശുദ്ധ മണ്ടന്മാരാണ്. മംഗോളിയൻ ഇഡിയറ്റ്സ് എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു, ഇപ്പോഴങ്ങനെ ആരും പറയാറില്ല. അല്ലെങ്കിൽ ശുദ്ധ മൊണ്ണകളാണ്. നിങ്ങൾ രാഷ്ട്രീയ മൊണ്ണകളാണ്. ആരെയും നന്നാക്കുവാൻ ആർക്കും താല്പര്യമില്ല. മനുഷ്യൻ്റെ ഏക താല്പര്യം, എനിക്ക് ഏറ്റവും സമർത്ഥമായി എനിക്കും എൻ്റെ 100 തലമുറകൾക്കുമുള്ളത് കൊയ്തെടുക്കണം. അതിനുവേണ്ടി എന്തൊക്കെ അക്രമവും അനീതിയും അസത്യവും വഞ്ചനയും ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. എൻ്റെ ജീവിതകാലത്ത് ബാക്കിയുള്ളവരൊക്കെ എൻ്റെ കാൽക്കീഴയാകണം, എന്നെ ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കണം. അതിനുവേണ്ടി ഈ മൊണ്ണകളെ ഞാൻ ഒരു പരുവത്തിലാക്കും എന്നതിനപ്പുറത്ത് വലിയ കാര്യമൊന്നും ഇതിനകത്തില്ല എന്ന് വളരെ ചരിത്രം നമ്മോട് അറിയിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇതേ കാഴ്ചപ്പാടാണ് ഒട്ടുമുക്കാലും യേശുവിനും രാഷ്ട്രീയത്തെപ്പറ്റി ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ മതത്തിലേക്ക് വരുമ്പോൾ ഇതിനേക്കാൾ വ്യക്തമായും ഒരു നിലപാടാണ് യേശു എടുത്തത് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ബോധം കെട്ട് വീഴും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്തുകൊണ്ടോ എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് യേശു ലോകത്തിൽ വന്നത് ഒരു മതം സൃഷ്ടിക്കാനാണ്. അതുപോലെ പല മതങ്ങളുണ്ടായിരുന്നു, അതൊന്നും പോരാ, അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു മതം ഇന്നാ പിടിച്ചോ എന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ പോഷത്തരം നിറഞ്ഞ ബുദ്ധിശൂന്യമായ ഒരു സങ്കല്പം വിഭാവന ചെയ്യാൻ സാധ്യമല്ല. യേശു മതം എന്ന ആശയത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത്. യേശു ജനത്തെ മതത്തിൽ നിന്ന് വിടുവിക്കുവാനാണ് ഉദ്യമിച്ചത്. മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായ ഒരു ദർശനമായിരുന്നു യേശുവിൻ്റേത്. അതിൻ്റെ യുക്തിയാണ് ഞാൻ പറഞ്ഞ അല്പം ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് മുൻപോട്ട് പോകാം.
എന്താണ് പ്രശ്നം? ഇപ്പോൾ മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും ഇതിനെ നിയന്ത്രിക്കുന്ന ഘടകമെന്ന് പൊതുവെ താത്വികമായ ആളുകൾ കരുതുന്നത് നിയമമാണ്. ഇപ്പോൾ രാഷ്ട്രീയം, ജനം അവരാൽ ഭരിക്കപ്പെടേണ്ടതിന് സൃഷ്ടിക്കുന്നൊരു വ്യവസ്ഥിതിയാണ്. മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യർ അവർ നിയന്ത്രിക്കപ്പെടേണ്ടതിന്, ഭരിക്കപ്പെടേണ്ടതിന് അവർ എല്ലാവരും കൂടെ ചേർന്ന് അവർക്കുള്ള തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം പ്രയോഗിച്ച് സൃഷ്ടിക്കുന്ന, വിളിച്ചു വരുത്തി വെക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് രാഷ്ട്രീയവും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭരണരീതികളും. ഇതിനെ നിയന്ത്രിക്കുന്നത് നിയമമാണ്. അതുകൊണ്ടാണ് പറയുന്നത് സർവോപരി ഭരണഘടന സർവോപരിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് അൾട്ടിമേറ്റ്. അത് തിയറിയാണ് സുഹൃത്തുക്കളെ. അതൊരിക്കലും യാഥാർത്ഥ്യമല്ല. നമുക്ക് പറയാൻ കൊള്ളാം, പക്ഷേ ഒരിക്കലും നിയമം പരമാധികാരം വച്ചു പുലർത്തുകയില്ല. കാരണം ഈ നിയമം കൈകാര്യം ചെയ്യേണ്ടത് മനുഷ്യനാണ്. നിങ്ങൾ ഏത് രാഷ്ട്രവും ഏത് സമൂഹവും ഏത് യുഗവും പരീക്ഷിച്ച് നോക്കിയോ, നിയമങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യരാണെങ്കിൽ, രാഷ്ട്രീയമായ നിയമങ്ങൾ, സെക്യുലർ ലോസ് ഉണ്ടാക്കുന്നത് മനുഷ്യരാണ്. പാർലമെൻറ്റിനാണ് അതിൻ്റെ അധികാരം. അതിന് മുമ്പ് രാജാവായിരുന്നു. നമുക്കറിയാം. മനുഷ്യനുണ്ടാക്കുന്ന നിയമം മനുഷ്യൻ്റെ സ്വഭാവത്തിന് അതീതമാകുമെന്ന് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഭ്രാന്തുണ്ടായിരിക്കണം. കൗണ്ട് ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കാറുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത്, ലോകത്തിലെ എല്ലായിടത്തും നിയമനിർമ്മാണം നടത്തപ്പെട്ടിട്ടുള്ളത് ആ സമൂഹങ്ങളിലെ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹ്യവുമായ തലയെടുപ്പുള്ള വരേണ്യവർഗങ്ങളുടെ സ്ഥാപിത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും വേണ്ടി മാത്രമാണ്. പക്ഷേ അങ്ങനെ നിയമനിർമ്മാണം നടത്തുമ്പോൾ അത് സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഊണിലും ഉറക്കത്തിലും പാവപ്പെട്ടവരെ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കും. ഞങ്ങൾ അവർക്ക് വേണ്ടി മാത്രം നിൽക്കും. ഞങ്ങളവരുടെ പാദസേവ ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ഗേറ്റ് കീപ്പറാണ് ഞാൻ എന്നൊക്കെ പറയും. പക്ഷേ സത്യം ഇതിൽ നിന്ന് വളരെ വളരെ വിദൂരമാണ്. നിയമനിർമ്മാണം നടത്തുന്നത് പാവപ്പെട്ടവനെ മെച്ചപ്പെടുത്താനോ അവൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനോ അല്ല, വരേണ്യവർഗത്തിൻ്റെ സ്ഥാപിത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, അത് കഴിയുമെങ്കിൽ വിപുലീകരിക്കുക. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന കാര്യം. ഇതിപ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നതായതുകൊണ്ട് പ്രത്യേകമായിട്ട് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കൈക്കൂലി കൊടുക്കുന്നത് നിയമത്തിൽ അത് ഒരു നല്ല കാര്യമാക്കി വെച്ചു. മനസ്സിലാക്കണം, കൈക്കൂലി മോശമാണ്. പക്ഷേ പാർട്ടികൾക്ക് കൈക്കൂലി കൊടുത്താൽ, മറ്റുള്ളവന് പണം വാങ്ങിച്ചുകൊണ്ട് അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരണകൂടം ചലിപ്പിച്ചാൽ അത് നല്ലതാണ് എന്ന് വരുത്തി വെക്കാനുള്ള നിയമം ഉണ്ടാക്കി. അങ്ങനെ സാധാരണക്കാർ, പാവപ്പെട്ട ആളുകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇപ്രകാരം ഒരു നിയമം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിയമനിർമ്മാണം 100% ഇത് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. പിന്നെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പൊതു സ്വീകാര്യതയ്ക്ക് പകിട്ട് കൂട്ടുന്നതിന് വേണ്ടി പാവപ്പെട്ടവന് നക്കാപ്പിച്ച കൊടുക്കും, ഗ്യാസ് കൊടുത്തെന്നിരിക്കും, അല്ലെങ്കിൽ കർഷകന് ഇച്ചിരി 8 കാശ് എറിഞ്ഞ് കൊടുത്തെന്നിരിക്കും. എന്നാൽ ഇതൊക്കെ ഒരു ശവക്കല്ലറയിൽ വെള്ളം തേക്കുന്നത് പോലെ മാത്രമാണ് എന്ന് പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. അപ്പോൾ നിയമത്തെ അനുസരിക്കും എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. രണ്ടാമതായിട്ട് യേശു പറയും, ഈ നിയമത്തെ അനുസരിച്ചു എന്ന് വിചാരിച്ചോളൂ. നിയമത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നിയമം ഉണ്ടാക്കിയത് ആരാണ്? മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യരുണ്ടാക്കുന്ന നിയമം ഏത് കാലഘട്ടത്തിൽ ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നുവോ ആ കാലഘട്ടത്തിൻ്റെ ചിന്താഗതിയെയും മൂല്യങ്ങളെയും കാഴ്ചപ്പാടുകളെയും മാത്രം ആശ്രയിച്ച് നിർമ്മിക്കപ്പെട്ട നിയമങ്ങളാണിവ. അതുകൊണ്ട് അവയ്ക്ക് മനുഷ്യരാശിയെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമല്ല. നിയമത്തിൻ്റെ ലക്ഷ്യം മനുഷ്യൻ്റെ പുരോഗതിയല്ല, പിന്നെയോ
മനുഷ്യനോട് ക്രൂരത കാണിക്കരുത്, അനീതി കാണിക്കരുത്, അക്രമം കാണിക്കരുത്. അങ്ങനെ ഒരു നെഗറ്റീവ് ഫോഴ്സ് മാത്രമാണ് നിയമം എന്നതാണ്. എന്നാൽ ഏത് നിയമത്തെയും വളച്ചൊടിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. കാരണം ഈ നിയമങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ പ്രത്യേകിച്ച് അധികാരം കൈയാളുന്ന മനുഷ്യരെ അവരുടെ താല്പര്യങ്ങൾ പിന്തുടരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടുവാനോ ഒരു നിയമത്തിനും സാധ്യമല്ല എന്നത് ചരിത്ര സത്യമാണ്. ഇപ്പോൾ EVM കാര്യം പറയുന്നു, വളരെ പരിശുദ്ധമാണെന്ന് പറയുന്നു. EVM എന്ന് പറയുന്നത് മനുഷ്യൻ നിർമ്മിച്ച ഒരു യന്ത്രമാണെങ്കിൽ ആ യന്ത്രത്തെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയും. സത്യം സത്യം സത്യം. അതുകൊണ്ട് EVM ദുരുപയോഗം ചെയ്യപ്പെടുന്നോ ഇല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അത് പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു സത്യസന്ധമായ ഒരു ഇൻഫോംഡ് സ്റ്റാൻഡ് എടുക്കാൻ എനിക്ക് സാധ്യമല്ല. എന്നാൽ മനുഷ്യനിർമ്മിതമായ എന്തും മനുഷ്യന് ദുരുപയോഗം ചെയ്യാൻ കഴിയുമെന്ന പൊതുവായ തത്വം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇനിയും അല്പസമയത്തേക്ക് നാം മതത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ മതവും രാഷ്ട്രീയവും ഈ കാര്യത്തിൽ ഒന്നാണ്. എന്താണ്? മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ മാത്രമാണ് മതത്തെ നയിക്കുന്നത്, സന്ധിക്കുന്നത്. നിങ്ങൾ ഏത് സഭ എടുത്തുകൊള്ളൂ, അതിനൊരു ഭരണഘടനയുണ്ടായിരിക്കും. ആ ഭരണഘടന ആരാണ് ഉണ്ടാക്കിയത്? അവർ പറയും ദൈവം, പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് പറയും. പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ പച്ചക്കള്ളം പറയുക എന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രത്യേകമായ കഴിവാണ്. മനുഷ്യൻ നിർമ്മിക്കുന്ന നിയമം, അത് രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും അതിന് പരിശുദ്ധാത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ജോലി അതുമല്ല. അപ്പോൾ ആ മനുഷ്യനിർമ്മിതമായ നിയമത്തെ മനുഷ്യൻ എക്കാലത്തും അവൻ്റെ ഇഷ്ടമനുസരിച്ച് വളച്ച് ഒടിച്ച് മുറിച്ച് കടിച്ച് വെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഏറ്റവും അടുത്ത കാലത്തെ ഉദാഹരണം പറഞ്ഞാൽ രണ്ട് ഉദാഹരണം ഞാൻ സൂചിപ്പിക്കും. തോമസ് കെ ഉമ്മൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മധ്യകേരള ഡയസസിലെ ബിഷപ്പായിരുന്നപ്പോൾ അദ്ദേഹം ഒരു സ്വേച്ഛാധിപതി, ഒന്നാന്തരം ഒരു സ്വേച്ഛാധിപതി. ബിഷപ്പാകുന്നതിന് മുമ്പ് വലിയ ആദർശമൊക്കെ പറഞ്ഞു കിടന്ന മനുഷ്യൻ കുപ്പായത്തിന് നിറം മാറിയപ്പോൾ ഒരു ഒന്നാന്തരം സ്വേച്ഛാധിപതി ആയി മാറി. അപ്പോൾ എല്ലാ സഭകളെയും നിയന്ത്രിക്കണം. അദ്ദേഹത്തിൻ്റെ കാലം വരെ മധ്യകേരള ഡയസസിലെ ഒരു സഭയ്ക്ക്, ഒരു പള്ളിയിൽ ഒരു ട്രഷറർ, എല്ലാ പള്ളിയിലും ഓരോ ഖജാൻജി കാണും, ട്രഷറർ കാണും. അത് ആ സഭയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇദ്ദേഹം ഒരു പരിഷ്കാരം കൊണ്ടുവന്നു. എന്താണ്? നിങ്ങളുടെ സഭയിൽ ആര് ഖജാൻജിയാകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം, പക്ഷേ ഞാൻ 2 പേരുടെ പേര് നിർദ്ദേശിക്കും, അതിലൊന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു. എന്താ മെടുക്കല്ലേ? അപ്പോൾ ജനങ്ങൾക്ക് അവരുടെ പള്ളിയിൽ അവർ സംഭാവന ചെയ്യുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള അവകാശം പോലും എടുത്തു കളഞ്ഞു. അതാണ് നിയമനിർമ്മാണം. ഇനിയും ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഇവിടെ ഒരു മഹാനുണ്ടായിരുന്നു, ധർമ്മരാജ റസാലം എന്ന വളരെ സുപ്രസിദ്ധനായ ഒരു ദൈവഭക്തനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദൈവത്തെക്കാൾ സ്നേഹം കസേരയോടാണ്. അപ്പോൾ കസേര വിട്ടു പോകത്തില്ല. അപ്പോൾ ബിഷപ്പന്മാർ 65-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യണമെന്ന് നിയമമായിരുന്നു. അദ്ദേഹത്തിന് മുമ്പ് വന്ന് തോമസ് കെ ഉമ്മൻ എന്ന് പറയുന്ന മഹാന് കസേരയോട് അതുപോലെ പ്രേമം ഉണ്ടായിരുന്നത് കൊണ്ട് റിട്ടയർമെൻറ്റ് ഏജ് 65-ൽ നിന്ന് 67 ആക്കി ഉയർത്തി. ആളുകൾ അത് സഹിച്ചു. ഇദ്ദേഹത്തിന് അതും കൊതിമൂത്തിട്ട് 67-ൽ നിന്ന് 70 ആക്കണം. അതിന് ഏറ്റവും കൃത്രിമമായ രീതിയിൽ ഏതെല്ലാം സാമാന്യ നീതിയെ തച്ചുടയ്ക്കാമോ അത് മുഴുവനും ചെയ്ത് വക്രതയും വഞ്ചനയും തനി കള്ളത്തരവും മാത്രം കാട്ടി ഇത് 67-ൽ നിന്ന് 70 ആക്കി മാറ്റി. ഭാഗ്യവശാൽ മദ്രാസ് ഹൈക്കോടതി അത് റദ്ദ് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് കസേര ഒഴിയേണ്ടി വന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു വന്നത്, ഇവയെല്ലാം മനുഷ്യൻ നിർമ്മിച്ച നിയമങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ വക്രതയെയും അത്യാർത്തിയെയും അവൻ്റെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളെയും അതിജീവിക്കുവാൻ മതത്തെ നിയന്ത്രിക്കുന്ന ഒരു നിയമത്തിനും സാധ്യമല്ല. അത് തത്വം ഇതാണ്. മനുഷ്യൻ നിർമ്മിക്കുന്ന നിയമത്തെ വളച്ചൊടിക്കാൻ മനുഷ്യന് എക്കാലത്തും സാധിക്കും. ഈ ഒരു യാഥാർത്ഥ്യം യേശു നന്നേ തിരിച്ചറിഞ്ഞു.
രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും പ്രവർത്തന രീതി ഒന്നു മാത്രമാണ്. അതായത് മനുഷ്യൻ മനുഷ്യനെ നിയന്ത്രിക്കുകയും അങ്ങനെ നിയന്ത്രിക്കുന്നത് കൊണ്ട് ഇഷ്ടം പോലെ സഹജീവികളെ ചൂഷണം ചെയ്യുകയും മനുഷ്യ ഗുണത്തിന് പ്രയോജനം ചെയ്യുന്ന ഒരു മൂല്യത്തിനോ ആദർശത്തിനോ ഇടമില്ലാത്ത വിധത്തിൽ കാട്ടുനീതിയിൽ മാത്രം ആശ്രയിച്ച് മനുഷ്യനെ നിയന്ത്രിക്കുകയും ദുരുപയോഗം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇത് എന്നത് യേശുവിന് നന്നേ അറിയാമായിരുന്നു. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? ഈ രാഷ്ട്രീയമായ കാര്യത്തിലും മതപരമായ കാര്യത്തിലും യേശു ഇടപെട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? ഇപ്പോൾ യേശു രാഷ്ട്രീയത്തെ വിമർശിച്ചു, അല്ലെങ്കിൽ മതത്തെ വിമർശിച്ചു, അതിനെ നന്നാക്കാൻ നോക്കി, രാഷ്ട്രീയത്തെ നന്നാക്കാൻ നോക്കി, മതത്തെ നന്നാക്കാൻ നോക്കി. അത് വിജയിക്കുകയില്ല. കാരണം ഈ രാഷ്ട്രീയത്തിലും മതത്തിലും സ്ഥിതി ചെയ്യുന്ന കോട്ടങ്ങൾ, പാളിച്ചകൾ, അന്ധകാരത്തിൻ്റെ പ്രവർത്തന രീതികൾ, ഇതിൻ്റെയൊക്കെയും ഉത്ഭവസ്ഥാനം മനുഷ്യൻ്റെ സ്വഭാവമാണ്, ഹ്യൂമൻ നേച്ചർ. അതിന് മാറ്റം വരാതെ രാഷ്ട്രീയത്തിലോ മതപരമായ ജീവിതത്തിലോ ഒരു മെച്ചവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രാഷ്ട്രീയത്തെ മെച്ചപ്പെടുത്തുവാനോ സഭകളെ അല്ലെങ്കിൽ മതത്തെ കുറച്ചുകൂടെ നന്നാക്കാനോ ആയിരുന്നില്ല. യേശുവിന് വേണ്ടി ഒരു സമയവും ചിലവഴിച്ചില്ല. യേശു ചെയ്തത് എന്താണ്? ഇത് രണ്ടിനെയും അതിജീവിച്ചുകൊണ്ട് ദൈവഹിതമനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം. നിയമമെന്നത് എക്കാലത്തും മനുഷ്യൻ്റെ ഹിതം മാത്രം വെളിപ്പെടുത്തുന്നതാണ്, അതിനനുയോജ്യമായ മനുഷ്യൻ നിർമ്മിക്കുന്നതാണ്. അതുകൊണ്ട് മനുഷ്യന്, പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണ ആളുകൾക്ക് ഒരാശ്വാസവും ഉണ്ടാകുകയില്ല, പ്രതീക്ഷിക്കാൻ ഒരു വഴിയുമില്ല. എല്ലാവർക്കും ഒന്നുപോലെ പ്രതീക്ഷ ഉണ്ടാകണമെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉതകുകയുള്ളൂ: ദൈവഹിതമനുസരിച്ച് എല്ലാവരും ജീവിക്കാൻ പഠിക്കുക. കാരണം ദൈവഹിതത്തെ വളച്ചൊടിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ഞങ്ങൾക്ക് അതിനുള്ള എക്സ്പേർട്ടീസ് ഉണ്ട് എന്ന് നടിച്ചു നടക്കുന്ന അനേകം ആളുകൾ മതത്തിലുണ്ട്. രാഷ്ട്രീയത്തിൽ അതില്ല, മതത്തിലുണ്ട്. അവർ ഇഷ്ടം പോലെ കോടികൾ കൊയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. കേരളത്തിൽ അതിലുള്ള വിദഗ്ധർ അനേകം ഉണ്ട്. അവിടെ പേരൊന്നും എടുത്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അതൊക്കെ അറിയാം. മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ വിധത്തിൽ ദൈവത്തിൻ്റെ ഹിതം വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ആ ശ്രമം നിഷ്ഫലമാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങളുടെ സമയം വെറുതെ കളയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥനയെപ്പറ്റി പല കാര്യങ്ങളും പറയാറുള്ളത്. കാരണം പ്രാർത്ഥന എന്നത് മനുഷ്യൻ ദൈവത്തിൻ്റെ ഹിതം സ്വന്തം താല്പര്യമനുസരിച്ച് വളച്ചൊടിക്കാനായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം മാത്രമായിട്ടാണ് നാം അറിയുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് എന്ന് മാത്രം ക്രിസ്തുവാൻ ഞാൻ പരാമർശിച്ച ആ ഭാഗവും ഞാൻ വിടുകയാണ്. അപ്പോൾ യേശു നൽകിയ ദർശനം, ആ ദർശനം നമ്മുടെ സഭാ നേതാക്കന്മാർക്കെങ്കിലും സ്വീകാര്യമായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകാറുണ്ട്. പക്ഷേ ഇന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു കാലത്തും ഇതവർക്ക് സ്വീകാര്യമാകുകയില്ല. കാരണം ഇത് സ്വീകാര്യമായാൽ അവരിരിക്കുന്ന കസേരയ്ക്ക് ബലക്ഷയമുണ്ടാകും, അവരുടെ ജീവിതശൈലിക്ക് കോട്ടം വരും എന്നതുകൊണ്ട് ഒരിക്കലും ഇതവർക്ക് സ്വീകാര്യമാകുകയില്ല എന്ന് മാത്രമല്ല, ഇത് സംബന്ധമായ കാര്യങ്ങൾ പറയുന്നവരെ കുലശത്രുക്കളായിട്ട് മാത്രമേ കാണുവാൻ അവർക്ക് കഴിയുകയുള്ളൂ എന്നതും എനിക്കിപ്പോൾ വളരെ വ്യക്തമാണ്. അപ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? പാവപ്പെട്ട സാധാരണ നമ്മളെപ്പോലെയുള്ള ആളുകൾ തിരിച്ചറിയേണ്ടത്, ഇപ്പോഴുള്ള രാഷ്ട്രീയത്തിൽ കൂടെ, ഇപ്പോഴുള്ള മതത്തിൽ കൂടെ, മതം ഏതായിക്കൊള്ളട്ടെ, അതെല്ലാം ഒന്ന് തന്നെയാണ്. മനുഷ്യനെ കീഴടക്കി നിയന്ത്രിച്ച് അതിൻ്റെ ഗുണഫലം അതിരില്ലാതെ ഉപയോഗിക്കുവാൻ, ആസ്വദിപ്പാൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന രണ്ട് സംവിധാനങ്ങളാണ് മതവും രാഷ്ട്രീയവും. ഇത് ഒരു നാണയത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്, 2 sides of the same coin. അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയത്തിൽ എന്തെല്ലാം പ്രവണതകൾ കാണുന്നു, പ്രവർത്തന രീതികൾ കാണുന്നു, വഞ്ചനകൾ കാണുന്നു, അക്രമം കാണുന്നു, അതുപോലെ ഒരു മിറർ ഇമേജ് എന്ന പോലെ നിങ്ങൾ മതത്തിലും കാണും. പക്ഷേ മതത്തിൽ അത് കുറേ കൂടെ മൂടി വെക്കാൻ ശ്രമിക്കും എന്നത് മാത്രമാണ്. മതത്തിൽ കൂടുതൽ അഭിനയമാണ്, രാഷ്ട്രീയത്തിൽ അഭിനയം ആവശ്യമില്ല. അതുകൊണ്ടാണ് യേശു മതത്തിൽ വന്നപ്പോൾ കപടഭക്തിക്കാരെ എന്ന് പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ കപടഭക്തിക്ക് ആവശ്യമില്ല. ഉണ്ട്,
അപ്പോൾ ഞങ്ങൾ ദേശഭക്തിക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ദേശത്തിന് മുടിക്കാനുള്ള പരിപാടി നടത്തുന്നവരും ഉണ്ട്. നമുക്കറിയാം അവരാരൊക്കെയാണെന്ന് അറിയാം. അത് രാഷ്ട്രീയമായ കപടഭക്തിയാണ്. പക്ഷേ യേശു ആ ഒരു പദപ്രയോഗം മതത്തെ സംബന്ധിച്ചാണ് കൂടുതൽ നടത്തിയത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് വിധത്തിലും മനുഷ്യന് ഭാവിയില്ല, രക്ഷയില്ല. മനുഷ്യൻ എന്തെങ്കിലും പ്രത്യാശിക്കാൻ വകയുണ്ടെങ്കിൽ അവൻ ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. കാരണം അതിൽ മാത്രമേ നാം വിലമതിക്കുന്ന മൂല്യങ്ങളും ആദർശങ്ങളും പാലിക്കപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് നാം ആദ്യം ഉയർത്തിയ 2 ചോദ്യങ്ങളിലേക്ക് മടങ്ങി വരാം. ഏത് രാഷ്ട്രീയ പാർട്ടിയോടാണ് നാം ചേർന്ന് നിൽക്കേണ്ടത്? ഏത് സഭയിൽ ചെന്നാൽ നമുക്ക് പെട്ടെന്ന് സ്വർഗത്തിൽ പോകാം? വെറുതെയാ. അതിനകത്തൊന്നും ഒരു കാര്യമില്ല, ഒരു ചുക്കുമില്ല. മനസ്സിലാക്കണം. ഒത്തിരി ശ്രമിച്ചാണ്. ഞാനും രാഷ്ട്രീയത്തിൽ കയറിയിട്ടുണ്ട്. അനേക പാർട്ടികളോടൊക്കെ എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. ഉള്ളിലെ പൊള്ളത്തരം എന്താണെന്ന് നന്നേ എനിക്കറിയാം. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ദയവായി മനസ്സിലാക്കുക, യേശുവിൻ്റെ ചരിത്രാതീതമായ എല്ലാ ചരിത്രത്തെയും ഉൾക്കൊള്ളുകയും അതിനെ അതിജീവിക്കുകയും ചെയ്യുന്ന അതിമനോഹരമായൊരു വീക്ഷണമുണ്ട്. മനുഷ്യൻ്റെ ആത്യന്തികമായ കടമ അവൻ്റെ പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും ഏകനിദാനം ദൈവഹിതം അറിഞ്ഞ് ജീവിക്കുക, ദൈവഹിതത്തെ അനുസരിക്കുക. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, നിൻ്റെ ഇഷ്ടം, നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. Thy will be done on earth as it is in heaven. എന്നാൽ മാത്രമേ മനുഷ്യർക്ക് എന്തെങ്കിലും ഗുണം ഈ ഭൂമിയുടെ പരപ്പിലുണ്ടാകുകയുള്ളൂ. അല്ല അതിൻ്റെ പുറകെ പോയാൽ, ഇവിടെ പോയാൽ, ഇന്ന രാഷ്ട്രീയക്കാരൻ്റെ കാല് പിടിച്ചാൽ, ആ നിൽക്കുന്ന മെത്രാൻ്റെ പ്രീതി പ്രാപിച്ചാൽ, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന പ്രവചനപരമുള്ള ഈ ദൈവദാസൻ്റെ പ്രീതിപ്പെടുത്തി നിർത്തിയാൽ എനിക്കില്ല വലിയ ഗുണം കിട്ടും, ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ ഇന്ന രോഗശാന്തി വരമുള്ള അദ്ദേഹത്തിനടുത്ത് പോയാൽ എൻ്റെ ക്യാൻസർ വിട്ടുകിട്ടും. ഇതൊക്കെ വെറുതെയാണ്. നിങ്ങളിതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കഷ്ടം. കാരണം നിങ്ങളുടെ ക്യാൻസറും ലോകത്തിലുള്ള എല്ലാവരുടെയും ക്യാൻസറും ഒന്നുപോലെയാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. ദൈവത്തിന് പക്ഷഭേദമില്ല എന്നത് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ അറിയിക്കുന്നതാണ്. നിങ്ങൾക്കതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 10-11 അധ്യായങ്ങൾ ദയവായി ഒന്ന് വായിക്കുക. അപ്പോൾ ഇതെല്ലാം സ്പഷ്ടമായി തീരും. അതുകൊണ്ട് നാം ഈ രാഷ്ട്രീയത്തിന് പുറകെ പോകുന്നു, മതത്തിൻ്റെ പുറകെ പോകുന്നു, ആളുകൾ അതിനുവേണ്ടി ജീവൻ കൊല്ലുന്നു, ചത്തു വീഴുന്നു, അവരുടെ മനസാക്ഷിയെ പിണ്ണാക്കാക്കുന്നു, അവരുടെ വ്യക്തിത്വത്തിൽ കറപുരളുന്നു. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. എനിക്ക് ഏറ്റവും സങ്കടം ഈ രാഷ്ട്രീയക്കാരുടെ കാല് പിടിക്കാൻ മെത്രാന്മാർ ക്യൂ നിൽക്കുന്നത് കാണുമ്പോഴാണ്. എനിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ വയ്യാത്ത അസഹനീയമായ ഒരു വ്യവസ്ഥിതിയാണ്, ഒരു സാഹചര്യമാണത്. അതിലടങ്ങിയിരിക്കുന്ന ആത്മീയമായ പാപ്പരത്വം മനസ്സിലാക്കാൻ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ആളുകൾ യേശുവിൻ്റെ നിലപാട്, യേശുവിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു നിമിഷം ശ്രമിച്ചിരുന്നുവെങ്കിൽ, ഒരൊറ്റ നിമിഷം ശ്രമിച്ചിരുന്നുവെങ്കിൽ അവരിങ്ങനെ തന്നെ അപമാനിക്കും, തങ്ങളെ തന്നെ അപമാനിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്നെടുക്കുന്ന നിലപാടല്ല നാളെ ഒരു മെത്താൻ എടുക്കുന്നത്. ഇങ്ങനെ എന്താ പറയുന്നത്, മാക്രി പോലെ ചാടുകയാണ്, ഉരുണ്ട് മറിഞ്ഞ് കിടന്ന് പെരളുകയാണ്. ഇന്നിവിടെ നാളവിടെ, അവിടെ ഇവിടെ ഇങ്ങനെ കറങ്ങിത്തം. എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? കാരണം എന്താണ്? ഈ ഒരു വ്യവസ്ഥിതിയിൽ പെട്ടുപോകുന്നവൻ അയ്യോ കഷ്ടം. അവന് സത്യത്തെ ആസ്പദമാക്കി സ്ഥായിയായ ഒരു നിലപാടെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുകയില്ല. ഇത് വളരെ വ്യക്തമായി. അല്ലെങ്കിൽ യേശുവിന് സാത്താൻ കാണിച്ചു കൊടുത്ത വഴിയെ പോയാൽ മതിയായിരുന്നു. ഈ ലോകത്തെയും അതിൻ്റെ എല്ലാ രാജ്യങ്ങളെയും അതിൻ്റെ മേന്മയും നന്മയും അതിൻ്റെ സമ്പത്തും അധികാരവും നിനക്ക് തരാം, എൻ്റെ കാലെ പിടിച്ചാൽ മതി, എൻ്റെ കാലെ പിടിച്ചാൽ മതി. അപ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും എന്ത് ചെയ്തതിന് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതല്ല മാർഗമെന്ന് യേശുവോടെ കാണിക്കുകയാണ്. ഇതല്ല മാർഗം. ഈ മാർഗത്തിൽ പോയാൽ ഒരു വിടുതലും നിങ്ങൾക്കുണ്ടാകുകയില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ പരീക്ഷയായ യെരൂശലേം ദേവാലയത്തിൻ്റെ മുകളിൽ കയറി ചാടുക, അത്ഭുത പ്രവൃത്തികൾ ചെയ്യുക, അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകുകയില്ല. മതത്തിൽ കൂടെ പോയാൽ
നിങ്ങൾക്ക് ഒരു വിടുതലും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ അവസ്ഥ കൂടുതൽ വഷളായിക്കൊണ്ടേയിരിക്കുമെന്ന് ഞാനല്ല പറഞ്ഞത്, യേശുവാണ്. സംശയമുണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം ധൈര്യമുണ്ടെങ്കിൽ വായിക്കുക. അതിൽ കൂടുതൽ ഞാനെന്ത് പറയാൻ. അപ്പോൾ നിങ്ങൾ ദയവായി കാര്യത്തെപ്പറ്റി ചിന്തിക്കണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ചിന്തകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു.